It's Saturday morning and I'm Sarah. Good morning all. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ദിവസത്തെ വർക്കിംഗ് റൂട്ടീനാണ്. വർക്കിംഗ് റൂട്ടീൻ എന്ന് വെച്ചാൽ ഞാൻ ഒരു വർക്കിംഗ് വുമനാണ്. രാവിലെ എണീറ്റാൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓഫീസ് ഗോയിങ്. എന്നെപ്പോലെ ഒരുപാട് ലേഡീസ് ഉണ്ട്, ജോലിയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന കുട്ടികളുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാനതെങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഉള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ അങ്ങനെ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ സമയം കിട്ടുന്ന ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ ഞാൻ പിന്നെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്, അല്ലാതെ എൻ്റെ ക്ലീനിങ് റൊട്ടീൻസ് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. എൻ്റെ ജോലി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനത് പറയാം. അല്ലെങ്കിൽ ഇനിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവരും ചെയ്യുന്ന ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ കുറേ വീഡിയോസൊക്കെ നമ്മൾ ഇതിലിടുമ്പം പിന്നീട് നമുക്ക് കാണാനും അങ്ങനെയൊക്കെ ഉപകരിക്കുമല്ലോ. ഞാൻ രാവിലെ എണീറ്റാൽ മെയിനായിട്ട് രാവിലെ വെച്ചാൽ അത്ര രാവിലെ ഒന്നും എണീക്കാറില്ല. ഒരു 6 മണി 6:30 ആ ടൈമിനാണ് എണീക്കാറ്. പിന്നെ മോള് സ്കൂളിൽ പോകുന്നതാണ്, പ്ലേ സ്കൂളിൽ. അപ്പോൾ അവൾക്ക് പോകേണ്ട ദിവസത്തിലാണ് പിന്നെയും 6 മണിക്ക് എണീക്കാറ്. അവൾക്ക് പോകാനുണ്ടെങ്കിൽ ഞാനൊരു 6:30 ആകുമ്പോഴേ എണീക്കാറുള്ളൂ. എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ ഉടനെ ഞാനൊരു ഗ്ലാസ് കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് എന്നല്ല കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ പിന്നെ ചായ വെക്കാനുള്ള കാര്യങ്ങൾ നോക്കും. എനിക്ക് എണീറ്റാൽ ഉടനെ ചായ വേണം. ചായക്ക് ഭയങ്കര അഡിക്ഷൻ പോലെയാണ്. ഞാനായാലും ഹസ്ബൻഡായാലും ഞങ്ങൾക്ക് ചായ കുടിച്ചാലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എണീറ്റ ഉടനെ ചായ വെക്കും. ചായ വെച്ച് ചായ കുടിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള പരിപാടിയൊക്കെ ചെയ്യുള്ളൂ. രാവിലെ എണീറ്റ ഉടനെ ചായയുടെ കൂടെ പിന്നെ മോൾക്ക് എന്തെങ്കിലും സ്നാക്സ് വേണം. അപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ബുൾസയ്യുമാണ് കൊടുത്തത്. ഹസ്ബൻഡും അത് തന്നെയാണ് കഴിച്ചത്. പിന്നെ അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഇഡലിയാണ്. ദോശമാവ് ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിക്കുക ചെയ്യില്ല, അത് കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഫാമിലിയാണ്, ഞാനും ഹസ്സും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ വാങ്ങിക്കുന്നത്. കാരണം അരച്ച് കഴിഞ്ഞാൽ കുറേ പിന്നെ വേസ്റ്റായി പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇത് വാങ്ങിയാൽ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് എത്തും. മോള് ദോശയാണ് അധികം കഴിക്കുക, മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല. പുട്ട്, ചപ്പാത്തി പിന്നെയും കഴിക്കും, എന്നാലും കൂടുതലിഷ്ടം ദോശയാണ്. എപ്പോഴും എല്ലാ ദിവസവും ദോശ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനും ദോശയാണ് പുള്ളി കൊണ്ടുപോകുക. ചോറ് കൊണ്ടുപോയാലും ഒട്ടും കഴിക്കില്ല. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ദോശ തന്നെയാണ് കൊടുത്തു വിടാറ്. ഞാൻ ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ദോശ മാവ് തന്നെ കുറച്ചുകൂടെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് ബീറ്റ്റൂട്ടൊക്കെ ചിരകിയിട്ടിട്ട് ഒരു ഇഡലി പോലെയാണ് ആക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു പകുതി പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ടാണ് ആക്കിയത്. ബീട്രൂട്ടൊക്കെ ഡയറക്റ്റ് വറുത്തിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഫുഡിൽ ദോശയിലോ അല്ലെങ്കിൽ ഇഡലിയിലോ പുട്ടിൽ അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളും. കുറച്ചുകൂടി ഈസി ആയിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടം. അപ്പോൾ സാധാ 2 ദോശയൊക്കെ തിന്നുന്ന ആൾ ഞാൻ കുറച്ച് ബീട്രൂട്ടൊക്കെ ജ്യൂസൊക്കെ ചേർത്ത് ഒരു പിങ്ക് കളറിൽ ചുട്ട് കൊടുത്താൽ പുള്ളി ഭയങ്കര അത് 3 ദോശയൊക്കെ കഴിക്കും. അപ്പോൾ നമ്മളങ്ങനെ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ചെയ്താൽ കുട്ടികൾക്ക് കുറച്ചുകൂടി കഴിക്കാനും ഇഷ്ടമായിരിക്കും. പിന്നെ ഇത് എൻ്റെ മോളുടെ ഫേവറേറ്റ് ഒനിയൻ ചട്നിയാണ്. നമ്മൾ സവോള മുറിച്ചിട്ട് വെളിച്ചെണ്ണയിൽ വറുക്കുക. പിന്നെ വറുത്ത് നല്ലോണം വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, ഞാൻ സാധാ മുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല. കാശ്മീരി ചില്ലി, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു പിടി തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് വറക്കുക. എന്നിട്ട് തേങ്ങയും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളത് ഒരു ചെറിയ നുള്ള് പുളി ഞാൻ ചേർക്കുന്നുണ്ട്. എനിക്ക് പുളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട്. ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, പുളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പുളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണിത്. ഇതിൽ പിന്നെ കടുക് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ വറക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഇഡലിയും ചട്നിയും ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇത് തന്നെ നമ്മൾ ബീട്രൂട്ട് അരച്ചിട്ട് ജ്യൂസായിട്ട് ചേർത്താൽ കുറച്ചുകൂടി ഫുള്ളി പിങ്കായിട്ടും ഉണ്ടാവും. ഞാനിതിങ്ങനെ എൻ്റെ ഈസി പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ബീട്രൂട്ട് കുറവായിരുന്നു, ഒരു പകുതി ബീട്രൂട്ട് ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ദോശയ്ക്ക് എടുത്തതിൻ്റെ ബാക്കി. അപ്പോൾ അത് അരച്ച് ജ്യൂസാക്കാനൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർത്തു എന്നേ ഉള്ളൂ. ഇത് ഉച്ചക്കത്തേക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ മീനുണ്ട്. ഇത് പിന്നെ വാങ്ങിക്കുന്നതല്ല കേട്ടോ, എൻ്റെ ഫാദർ കൊണ്ടുവരുന്നതാണ്. ഇതുപോലെ കുറേ മീൻ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കുറച്ചെടുത്തിട്ട് ആദ്യം ബോക്സുകളിലാക്കിയിട്ട് മാറ്റി വെക്കും. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. ഈ മീനിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ, പാര എന്നാണ് ഇതിന് ഞങ്ങളുടെ ഇവിടെ പറയുക. പിന്നെ മുള്ള് ഉള്ള പാരയാണ് കേട്ടോ, മുള്ളുണ്ട്. അപ്പോൾ മുള്ള് ചെത്തി കളഞ്ഞിട്ട് വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അയില കിട്ടിയിട്ടുണ്ട്. പിന്നെ കറ്റ്ല എന്ന് പറയുന്ന റെഡിഷ് ആയിട്ടുള്ള മീനില്ലേ, അതെൻ്റെ ഹസ്സിൻ്റെ ഫേവറേറ്റ് മീനാണ്. പിന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങൾ അധികം അതാണ് വാങ്ങിക്കുകയും വെക്കുകയൊക്കെ ചെയ്യാറ്. എൻ്റെ ഹസ്സിന് അത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുള്ള മീനല്ലേ. നിങ്ങളുടെ അവിടെ ഈ മീനിനൊക്കെ എന്താ പേര് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ മീൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. കറ്റ്ല എന്ന് പറഞ്ഞ മീനില്ലേ, അത് ഫ്രൈ ഒക്കെ ആക്കിയാലും കറി വെച്ചാലും ഒക്കെ സൂപ്പർ ടേസ്റ്റാണത്. നമ്മൾ തേങ്ങ അരച്ച് വെക്കൂലേ, അതും ഭയങ്കര ടേസ്റ്റാണ് ഈ മീൻ. എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അറിയില്ല, പിന്നെ എടുത്തു തരാൻ ആളുമില്ല.
എനിക്ക് എൻ്റെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. എനിക്ക് ട്രൈപോഡൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ ഇത് എടുത്ത് ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇത് ഈ ഫോണിൻ്റെ ക്ലാരിറ്റി ആണെങ്കിലും എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് സാധാ ഫോണാണ്, സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്, ഐഫോണോ ഒന്നുമല്ല. അപ്പോൾ അത്രയും ക്ലാരിറ്റി ഇതിനുണ്ടാവുള്ളൂ, ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇതെനിക്ക് വോയിസ് ആണെങ്കിലും സംസാരിച്ചൊന്നും അങ്ങനെ ശീലമില്ല. ഞാൻ പിന്നെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ഞാൻ അടുത്ത വീഡിയോ മുതൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. വറക്കാനുള്ള മീൻ എടുത്തിട്ടുണ്ട്. ഇത് വറക്കാൻ ഞാൻ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ, 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ല, അതാണ് എനിക്കിപ്പോൾ ഇത് ചതച്ചിടാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുക്കുന്നത്. അതും കുറച്ച് വിനീഗറും ഉപ്പും, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനീഗർ, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കും. കുറേ സമയമൊന്നും വെക്കാനുള്ള സമയമില്ല. 8:30 ആകുമ്പോഴത്തേക്ക് എനിക്കും പോകണം. 8:30 എൻ്റെ ഓഫീസ് ടൈം. 8:30 ഓഫീസിൽ എത്തണം. ഈ മസാല പരക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കിയാൽ നല്ലതാണ്. അപ്പം അത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ ആവശ്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത്, ഞാനങ്ങനെ ചെയ്യലുണ്ട്. 1 സ്പൂൺ എണ്ണയും കൂടി മിക്സ് ചെയ്യും. ഞാനിപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കൽ കുറവാണ്, കാരണം ഹസ്സിന് ചെറുതായിട്ട് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പം ഞാനതുകൊണ്ട് ഇപ്പം വെളിച്ചെണ്ണ വളരെ കുറച്ചായിട്ട് ഉപയോഗിക്കലുള്ളൂ. ഇത് മീൻ കറിക്കുള്ള തേങ്ങയാണ് ഞാൻ ചിരകാൻ നോക്കുന്നത്. അപ്പം ഒരു കയ്യിൽ ഫോണുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ചിരകാൻ പറ്റുന്നില്ല. പിന്നെ തേങ്ങ ചിരകി അതിനകത്തോട്ട് ഒരു പച്ചമുളക്, 1 സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മോരൊഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. വെള്ളമല്ല, മോരാണ്. മോരൊഴിച്ചിട്ട് നിങ്ങളൊക്കെ മീൻ കറി വെക്കാറുണ്ടോ എങ്ങനെ എനിക്ക് അറിയില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ വെള്ളം ഒഴിച്ച് അരക്കുന്നതിനെക്കാട്ടിയും പുളി ഒഴിവാക്കിയിട്ട് ഈ മോര് കൊണ്ട് തന്നെ അത് അരച്ചെടുക്കുക, തേങ്ങ. എന്നിട്ട് പുളി ചേർക്കാതെ തക്കാളി മാത്രം ചേർത്തിട്ട് വെക്കും. നല്ല ടേസ്റ്റാണ് മീൻ കറിയൊക്കെ ഇങ്ങനെ വെച്ചാൽ. മോരൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിൽ നല്ലോണം അരച്ചെടുക്കും. നല്ല പുളിയുള്ള മോരാണ് നല്ലത് കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ടൊരു പകുതി തക്കാളിയും കൂടി ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. വേണേൽ നിങ്ങൾക്ക് ഒരു പച്ചമുളകും കൂടി മുറിച്ചിടാം. എനിക്കിവിടെ അച്ഛനും മോക്കൊന്നും അങ്ങനെ അധികം എരിവ് പറ്റില്ല. പിന്നെ കറിവേപ്പിലയും കൂടി ഇടണം, കുറച്ച് ഉപ്പ്. കറി നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ. തിളച്ചിട്ട് തക്കാളിയുടെ ഒക്കെ എഫക്റ്റ് അതിലോട്ട് വരണം. അന്നേരം നമുക്ക് മീൻ ചേർക്കാം. പിന്നെ മീനും ചേർത്തിട്ട് അവസാനം നമ്മളിത് കറി ആയി കഴിയുന്ന സമയത്ത് നന്നായിട്ട് തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. ഞാൻ ചില സമയത്ത് പിന്നെ പുളി കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് ഉപ്പ് കൂടുതലാണ് എന്നൊക്കെ തോന്നി കറി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം തോന്നുവാണെങ്കിൽ ഒരു 1/4 സ്പൂണ് പഞ്ചസാര ചേർക്കും. 1/4 സ്പൂൺ കേട്ടോ, അല്ല മാക്സിമം ഒരു 1/2 സ്പൂണ്. ഒരുപാട് ചേർക്കണ്ട. അത് കറിയുടെ മൊത്തത്തിലുള്ള ടേസ്റ്റിനെ ബാലൻസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറി ആയ സമയത്തുള്ള ടേസ്റ്റിനെക്കാട്ടിയും കുറച്ചുകൂടി അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പറ്റും. ഞാനങ്ങനെ ഒരുപാട് തവണ പരീക്ഷിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. പിന്നെ കറിവേപ്പിലയും കൂടി ചേർക്കുക കേട്ടോ. പിന്നെ ഇത് മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അധികം ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അധികം അങ്ങനെ മിക്സ് ചെയ്താൽ മീൻ ഉടഞ്ഞു പോകും. പിന്നെ ഈ കറ്റ്ല എന്ന് പറഞ്ഞ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളങ്ങനെ ഇളക്കരുത്. ഇപ്പം ഞാനിതിൽ കറിയിൽ പഞ്ചസാര ചേർക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ചിലപ്പം പറയും പഞ്ചസാര അങ്ങനെ മോശമാണ്, ശരീരത്തിന് ചേർക്കാൻ പാടില്ല, അങ്ങനെ. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളിപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ കഴിക്കുന്നുണ്ട്, അപ്പോൾ അതുപോലെ ഒരു ഇച്ചിരി പഞ്ചസാര കറിയിൽ ചേർത്തുകൊണ്ട് നിങ്ങളെ ചോയ്സാണ്. എന്നാലും ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. ഹസ്സിന് ഉച്ചയ്ക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനിപ്പം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചപ്പാത്തി മതി എന്ന് പറഞ്ഞുകൊണ്ട് ചോറ് ഞാൻ കുറച്ച് വെച്ചത് ഇരിപ്പുണ്ട്, മോളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് ചോറ് വേറെ വെച്ചിട്ടുണ്ട്. എന്നാലും പുള്ളി ചപ്പാത്തി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഞാൻ പോകേണ്ട സമയമായിട്ടുണ്ട്. ഇനി എനിക്ക് പോകേണ്ട പരിപാടികൾ നോക്കണം. അതാണ് എൻ്റെ അലമാര കേട്ടോ. ഡ്രസ്സൊക്കെ ഇപ്പോൾ നല്ല ഓർഗനൈസ് ആയിട്ടാണ് ഉള്ളത്. ഞാനല്ല, അസ്സാണ് മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം. പുള്ളിയാണ് ഇത്ര ക്ലീനായിട്ട് നിൽക്കുന്നതിൻ്റെ. ഞാനഥവാ പെട്ടെന്ന് ഹറിബറിയായിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പിടിച്ച് വലിക്കുകയോ എടുക്കുകയോ ചെയ്താലും പുള്ളി കാണുന്ന സമയത്ത് അത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചോളും. ഇത് എൻ്റെ ഓഫീസ് ഗോയിങ് ലുക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് ഒരു കുർത്ത പാൻറ്റ് സെറ്റും. ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും, മിക്ക ഡ്രസ്സുകളും ഓൺലൈനിൽ നിന്നാണ് വാങ്ങാറ്. 99% എൻ്റെ ഡ്രസ്സ്, ബാഗ്സ് എല്ലാം ഓൺലൈനിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറ്. കാരണം നമുക്ക് ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കളറും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാനും റിട്ടേൺ ചെയ്യാനും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി ഓൺലൈനല്ലേ. അതുകൊണ്ട് ഞാൻ അധികം ഓൺലൈനാണ് പ്രിഫർ ചെയ്യാറ്. പിന്നെ ഞാനിട്ട കുർത്തി ഗോസ്ട്രിക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്, എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരുപാട് കുർത്തീസ് ഈ സെയിം ബ്രാൻഡിൻ്റെ ഉണ്ട്, ഗോസ്ട്രിക്കി. പിന്നെ ക്ലോസിയ ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഇട്ട കുർത്തി എനിക്ക് ഓഫർ ടൈം കിട്ടിയതാണ്. 330 രൂപ എങ്ങാണ്ടാണ് ആയത് അതിന്, പാൻറ്റും കുർത്തിയും അടക്കം.
ഈ ബാഗും ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങിയതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ലാവിസിൻ്റെ ബാഗാണിത്. 899 900 തന്നെയാണ് അതിൻ്റെ പ്രൈസ്. ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഓഫറിന് കിട്ടിയത്. പിന്നെ നിങ്ങളിപ്പോൾ എൻ്റെ ബാഗിൽ കണ്ട ബുക്സ് ഇല്ല, അത് എൻ്റെ കൊളീഗിൻ്റെയാണ്. പുള്ളി വാങ്ങിച്ചപ്പോൾ എന്നോട് നീ ഒന്ന് വായിച്ചിട്ട് താന്ന് പറഞ്ഞിട്ട്, ഞാൻ അത്യാവശ്യം ബുക്സൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ്, ഒരുപാട് ബുക്സ് വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ബുക്ക്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ 2 ബുക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. അശ്വതി ശ്രീകാന്തിൻ്റെ കാളി മോശമില്ല, ആദ്യത്തെ 2-3 കഥകൾ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയുള്ള കഥകളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ച അത്ര പോരാ. നിങ്ങളിപ്പോൾ കണ്ടില്ല, ഇതാണ് എൻ്റെ ഓഫീസ്. പിന്നെ കൂടുതലായിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇത് എൻ്റെ ഓഫീസിൻ്റെ സൈഡിലായിട്ടുള്ള ഞങ്ങളുടെ തന്നെയാണ് കേട്ടോ മരമാണ്, ഒരു ചെറിയ നാരങ്ങയുടെ പിന്നെ മരം, ചെറുനാരങ്ങയുടെ മരമെന്നോ ചെടിയെന്നോ എന്താ പറയുക അത്. അപ്പോൾ ഞാൻ ഇന്ന് മഴയൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ ജനലിലോട്ട് നോക്കിയപ്പോൾ അതിൽ 3-4 ചെറുനാരങ്ങ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാനും ഞങ്ങളുടെ അവിടെ ഉള്ളൊരു സ്റ്റാഫുണ്ട്, വാസുവേട്ടനും കൂടി പോയതാണ് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. തൊട്ടപ്പുറത്തെ ഓഫീസിൽ നിന്ന് ബാങ്കിൻ്റെയാണ്, അവരാണ് അധികം എല്ലാം പറിച്ചുകൊണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടാറേ ഇല്ല. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പേരക്കയുടെ മരമുണ്ട്, നിറച്ച് പേരക്കയുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് നാരങ്ങ കണ്ടുകൊണ്ട് പോയി നോക്കിയതാണ്. ഞാനൊരു 3 ചെറുനാരങ്ങ പറിച്ചോ, പിന്നെ ഇനിയും ഒരു 10-15 ചെറുതായിട്ട് അതിലുണ്ട്. നിങ്ങളത് ശരിക്കും കണ്ടിനോന്ന് അറിയില്ല, ഞാൻ എടുത്ത വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടത് കാണിക്കുന്നുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാണ് കേട്ടോ. 4:30 കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. പിന്നെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ക്വാർട്ടേഴ്സ്. ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി, എൻ്റെ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് തന്നെ എൻ്റെ ക്വാർട്ടേഴ്സാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഓൾഡ് ബ്ലോക്കാണ്, കുറച്ച് പഴയ ക്വാർട്ടേഴ്സുകളാണ് ഇവിടെ അങ്ങനെ അധികാരം താമസിക്കാറില്ല, അതൊക്കെ കണ്ടം ചെയ്ത ക്വാർട്ടേഴ്സുകളാണ്. അപ്പോൾ എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ഞാനിങ്ങനെ നടന്ന് പോവുകയാണ്. നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ലേ, ഈ സ്ഥലവും ആ ചെടികളും. അതാണ് ഞങ്ങളുടെ ബ്ലോക്ക്, ഇതാണ് എൻ്റെ ക്വാർട്ടേഴ്സ്. പിന്നെ പുറത്തൊക്കെ അത്ര ചളിയും മഴയൊക്കെ പെയ്തിട്ടൊക്കെ കാട് പിടിച്ച അവസ്ഥയാണ്. എൻ്റെ ഹസ്ബൻഡാണ് അവിടെ പുറത്ത് ബൈക്കിൻ്റെ അടുത്ത് നിന്ന് എന്തോ ചെയ്യാണ്. ഞാനിതാ ചെറുതായിട്ട് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കണം. മോളുണ്ട്, ഹസ്ബൻഡ്, ഞാനുണ്ട്. അപ്പം ചായ വെക്കാനുള്ള പരിപാടിയാണ്. സ്നാക്കായിട്ട് എന്തെങ്കിലും വേണം, അതുകൊണ്ട് ഞാൻ ബ്രെഡ് പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ് ഇല്ലേ അത് ചെയ്യാണ് കേട്ടോ. ഇത് ഞാൻ വെച്ചാൽ മുട്ട, പാല്, ഏലക്ക, പഞ്ചസാര ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്തത്. 2 മുട്ട, 1 ഗ്ലാസ് പാല്, 2 ഏലക്ക, കുറച്ച് പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഈ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ബട്ടറാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ബ്രെഡ് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച മാവിൽ മുക്കിയിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഒന്നുമില്ല. പിന്നെ കോപ്പിറൈറ്റൊക്കെ വരുമല്ലോ, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ മ്യൂസിക്കൊന്നും ആഡ് ചെയ്യാത്തത്. എന്തെങ്കിലും ഒന്ന് സജഷൻ പറയണേ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യണോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്ലീനായിട്ട് മതിയോ എന്ന്. നിങ്ങളൊക്കെ ഏത് ചായപ്പൊടിയാണ് ഉപയോഗിക്കാറ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് പിന്നെ റെഡ് ലേബിളാണ് കൂടുതൽ ഇഷ്ടം. അതിൽ തന്നെ താജ്മഹൽ എന്ന് പറഞ്ഞിട്ടൊരു ചായപ്പൊടിയില്ലേ, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്, പക്ഷേ ഭയങ്കര പൈസയാണ്. എന്നാലും ഞങ്ങളിപ്പം ചായേൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാത്തതുകൊണ്ട് അതാണ് ഇപ്പോൾ വാങ്ങിച്ച് ഉപയോഗിക്കാറ്. അതൊരു അഡിക്ഷൻ പോലെയാണ്, അത് തീരുന്നതിന് മുന്നേ ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. നല്ല ടേസ്റ്റാണ് ഈ ചായക്ക്. പിന്നെ ചായ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും കുറച്ച് സമയം ഇങ്ങനെ സിമ്മിലിട്ടിട്ട്, ചായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം സിമ്മിലിട്ട് ഇങ്ങനെ ഇളക്കി പിന്നെ കുറച്ചൊന്ന് കൂട്ടി കുറച്ച് അങ്ങനെ നമ്മൾ കുറച്ച് നന്നായിട്ട് കടുപ്പൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചായക്ക് കടുപ്പ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഞങ്ങൾക്ക് നല്ല കടുപ്പൊക്കെ വേണം കേട്ടോ. കടുപ്പം വേണം, അത്യാവശ്യം മധുരം വേണം. ഭയങ്കര മധുരമല്ല, ഒരു ചെറിയ മധുരമൊക്കെ വേണം, എന്നാലേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. പഞ്ചസാര ഇടാറുണ്ട് ചായക്ക്. അപ്പം അധികം ആളും ഡയറ്റ് കോൺഷ്യസ് ആയതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. എപ്പോഴും വിചാരിക്കും പഞ്ചസാര ഒഴിവാക്കിയാലോ കുറച്ച് ദിവസത്തേക്ക് എന്നൊക്കെ, പക്ഷേ നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളുടേത് ചെറിയൊരു ക്വാർട്ടേഴ്സാണ് കേട്ടോ. ചായക്ക് പഞ്ചസാര ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് കയറിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ച്, ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ ഉറുമ്പ് പോകും എന്നൊക്കെ പറയുന്നേക്കാം. എന്നിട്ട് വേറെ പഞ്ചസാര ഉണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് കുറച്ച്, അതെടുത്തിട്ടാണ് ചായ കലക്കിയത്. പിന്നെ ഇത് ഇന്ന് എനിക്ക് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ചുരിദാറാണ്, ഞാൻ ഓർഡർ ചെയ്തതാണ്. പിന്നെ അപ്പം ഇത് ഗോശ്രീക്ക് ബ്രാൻഡിൻ്റെ തന്നെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഗോശ്രീക്ക് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പാർട്ടി വെയർ അങ്ങനെ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. എനിക്കൊരു കല്യാണം ഉണ്ട് 8-ന്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുതിയ കുട്ടിയുണ്ട്, പുള്ളിയുടെ കല്യാണമാണ്. അപ്പോൾ അന്ന് ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു വെച്ചതാണ്. ഇതിന് എനിക്ക് 600 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. ഈ കുർത്തി 599 ഞാൻ വാങ്ങിച്ചപ്പോൾ റേറ്റ്. എങ്ങനെയുണ്ട്? ഇത് കൊള്ളാമല്ലോ അല്ലേ? എൻ്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക്. ഞാൻ എന്ത് വാങ്ങിച്ചാലും അവസാനം പിങ്ക്, ഡാർക്ക് പിങ്ക്, മെജന്ത അല്ലെങ്കിൽ റാണി പിങ്ക്, ആ കോമ്പിനേഷനിലാണ് വന്ന് നിൽക്കുക. ആ കളർ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കളറാണ്. ലാർജാണ് കേട്ടോ എൻ്റെ കുർത്ത സൈസ്.
പിന്നെ ചിലതൊക്കെ ലാർജ് വാങ്ങിയാലും എനിക്ക് കുറച്ച് ടൈറ്റ് ആക്കേണ്ടി വരും. മുമ്പ് ഞാൻ മീഡിയം ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് തടി കൂടിയതുപോലെ ഉണ്ട്. അപ്പോൾ പിന്നെ ലാർജ് ചിലതൊക്കെ എനിക്ക് ലാർജ് വാങ്ങിയാലും കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതെനിക്കൊരു പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ എവിടെയും ആൾട്ടർ ചെയ്യാനൊന്നും തോന്നിയില്ല. പിന്നെ ഇതിൽ ചെറുതായിട്ട് ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട്. എനിക്കങ്ങനെ ഡയറക്റ്റ് വീഡിയോയിൽ ഫേസ് എന്തോ ഒരു പോലെ ഷൈ ആയതുകൊണ്ടാണ് ഞാൻ ഫേസ് ആഡ് ചെയ്യാത്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ പറയണേ. ഈ കുർത്ത നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിനോ എന്താണ് അഭിപ്രായം പറയണം കേട്ടോ. എങ്ങനെയുണ്ട്, രസമുണ്ടോ, 600 രൂപയ്ക്ക് വെർത്താണോ എന്നൊക്കെ പറയണേ. പിന്നെ ഇന്ന് എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അനിയൻ്റെ വക ട്രീറ്റാണ് ഇത് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അവൻ ഇങ്ങോട്ട് ഫുഡ് പാർസൽ വാങ്ങിയിട്ട് എനിക്ക് കൊണ്ടുവന്നു. എൻ്റെ വീട് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ദൂരെയാണ്. അപ്പം അനിയൻ കൊണ്ടുവന്നതാണ് കുഴിമന്തി, പെരി മന്തിയാണത്. പിന്നെ ഇതാണ് എൻ്റെ ബാക്കിയുള്ള സമയത്തുള്ള എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതാണ് എൻ്റെ ഈ ഒരു സന്തതി. പിന്നെ എൻ്റെ മോളാണ്. പിന്നെ പ്ലേ സ്കൂളിലാണ് പഠിക്കുന്നത്. ഐറിൻ എന്നാണ് പേര്. 4 years ആയി. അപ്പം ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. എന്ത് സോങ്, എന്ത് മ്യൂസിക് കേട്ടാലും ഡാൻസ് ചെയ്യും. പിന്നെ ഇതിപ്പം വാട്ടർ പോക്കറ്റ് സോങ് ഇല്ലേ, റയൻ മൂവിയിൽ, അപ്പം ആ സോങ്ങിന് ഡാൻസ് ചെയ്യുന്നത്. പാട്ട് നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് പ്രശ്നമുള്ളതുകൊണ്ട്. ഇത് പിന്നെ രാത്രിയിൽ ഞാൻ മോൾക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് മ്യൂസ്ലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മിക്കപ്പോഴത്തെയും നൈറ്റുള്ള ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മ്യൂസ്ലിയാണ്. കാരണം ഞാൻ 6 മണിക്ക് ശേഷം അഥവാ ഇപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുഡൊന്നും കഴിക്കാറില്ല. ഇന്ന് കഴിച്ചു കേട്ടോ. ഇന്ന് മന്തിയൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചു. അല്ലാതെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും സന്ദർഭങ്ങളിൽ മാത്രമേ ഞാൻ രാത്രി ഫുഡ് കഴിക്കാറുള്ളൂ, സ്പെഷ്യൽ ഫുഡാണെങ്കിൽ. അല്ലാത്തപ്പോൾ ഞാൻ നൈറ്റ് കഴിക്കാറില്ല. വൈകുന്നേരത്തെ ചായയോടെ എൻ്റെ ഫുഡ് സ്റ്റോപ്പാണ്. ഹസ് നൈറ്റ് ഫുഡ് മ്യൂസ്ലിയാണ്. ഇതിപ്പോൾ ഞാൻ മോൾക്ക് ഉണ്ടാക്കിയതാണ്. ഇതെൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക. പിന്നെ എങ്കിൽ ഞാൻ ഇനിയും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.